ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെടുമ്പോൾ, പ്രതീക്ഷകൾ തകരുമ്പോൾ, നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൽ, ദൈവമക്കളുടെ പ്രത്യാശയായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, പ്രത്യാശ വയ്ക്കുക. രോഗപീഠകൾ നമ്മെ അലട്ടിയാലും, പൈശാചിക പീഡനങ്ങൾ നമ്മെ അടിമപ്പെടുത്തിയാലും നാം ഭയപ്പെടരുത്. ക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ച്, ക്രിസ്തുവിൻ്റെ വചനം അനുസരിച്ച് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിന് ക്ഷമയോടെ കൂടെ നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായും കർത്താവിനു വേണ്ടി കാത്തിരിക്കുന്നവർക്ക് സൗഖ്യത്തിനും ആരോഗ്യത്തിനും വിജയത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും ഒരു കുറവുമുണ്ടാകാതെ കർത്താവ് കാത്തുകൊള്ളും. ഇന്നത്തെ നമ്മുടെ പകൽക്കാലം മുഴുവനും കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. ഈ രാത്രിയിൽ അവിടുത്തെ സന്നിധിയിൽ നന്ദിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ സന്നിധിയിൽ ശാന്തമായി വേദനകൾ മറന്ന്, വിഷമങ്ങൾ മറന്ന് സമാധാനത്തോടെ ഉറങ്ങാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നാളത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേലിൻ്റെ പ്രത്യാശയായ കർത്താവേ, അങ്ങയെ ഉപേക്ഷിക്കുന്നവരെല്ലാം ലജ്ജിതരാകും. അങ്ങയിൽ നിന്ന് പിന്തിരിയുന്നവർ പൂഴിയിൽ എഴുതിയ പേരുപോലെ അപ്രത്യക്ഷരാകും. എന്തെന്നാൽ ജീവജലത്തിൻ്റെ ഉറവിടമായ കർത്താവിനെ അവർ ഉപേക്ഷിച്ചു. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. കർത്താവിൻ്റെ വചനം എവിടെ? അതിപ്പോൾ നിവർത്തിയാകട്ടെ എന്ന് അവർ പറയുന്നു. തിന്മ വരുത്താൻ ഞാൻ അങ്ങയോട് നിർബന്ധിച്ച് അപേക്ഷിച്ചില്ലെന്നും ദുർദിനം ഞാൻ അഭിലഷിച്ചില്ലെന്നും അവിടത്തേക്കറിയാമല്ലോ. എൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ടതൊന്നും അങ്ങേക്ക് അജ്ഞാതമല്ല. അങ്ങ് എനിക്ക് ഭയകാരണമാകരുതേ. തിന്മയുടെ ദിനത്തിൽ അങ്ങാണ് എൻ്റെ സങ്കേതം. എന്നെ പീഡിപ്പിക്കുന്നവർ ലജ്ജിതരാകട്ടെ, ഞാൻ ലജ്ജിതനാകാതിരിക്കട്ടെ. അവർ സംഭ്രമിക്കട്ടെ, ഞാൻ സംഭ്രമിക്കാതിരിക്കട്ടെ. അവരുടെ മേൽ തിന്മയുടെ ദിവസം വരുത്തണമേ, അവരെ വീണ്ടും നശിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളെ അലട്ടുന്ന സകല പൈശാചിക ദുഷ്ടശക്തികളെയും എന്നേക്കുമായി നശിപ്പിച്ച് കളഞ്ഞേക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു. അതിനാൽ തന്നെ ഞങ്ങളെ ഉപദ്രവിക്കുന്ന എല്ലാ ദുഷ്ടപിശാചുക്കളെയും ഈ രാത്രിയിൽ എന്നേക്കുമായി ഞങ്ങളിൽ നിന്ന് ആട്ടിപ്പായിച്ച് തകർത്ത് കളയണമേ. എന്തെന്നാൽ ഞങ്ങൾ നിൻ്റെ പാതയിൽ കൂടി കർത്താവെ നടക്കാൻ ആഗ്രഹിക്കുന്നു. നിൻ്റെ വചനം ഞങ്ങൾ താല്പര്യത്തോടെ കേൾക്കുന്നു, അനുസരിക്കാൻ പരിശ്രമിക്കുന്നു. അതിനാൽ തന്നെ ദുഷ്ടപിശാചുക്കളെ ഞങ്ങളിൽ നിന്ന് ആട്ടിയകറ്റി ഞങ്ങളുടെ കുടുംബത്തിന്മേൽ, ഭവനത്തിന്മേൽ, കുടുംബാംഗങ്ങളുടെ മേൽ നിൻ്റെ കൃപയും കാരുണ്യവും ചൊരിഞ്ഞ് എല്ലാ അകൃത്യങ്ങളിൽ നിന്നും, പാപത്തിൽ നിന്നും, ദുർവൃത്തിയിൽ നിന്നും, ദുഷ്ടതയിൽ നിന്നും ഞങ്ങളെ എന്നേക്കുമായി കാത്തു പരിരക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങളിൽ രോഗികളായ എല്ലാവരുടെ മേലും നീ കരുണ ചൊരിയണമേ. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും, എന്നെ ശുദ്ധയാക്കാൻ കഴിയും എന്ന് കുഷ്ഠരോഗിയായ മനുഷ്യൻ നിന്നോട് പ്രാർത്ഥിച്ചപ്പോൾ, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധിയുള്ളവനാകുക എന്ന് നീ കൽപ്പിച്ചപ്പോൾ, തൽക്ഷണം അവൻ്റെ കുഷ്ഠത്തിൽ നിന്ന് അവന് ശുദ്ധി വന്നു. കുഷ്ഠം മാറി അവൻ ശുദ്ധിയുള്ളവനായിത്തീർന്നു. കർത്താവേ, നീ അത്ഭുതങ്ങളുടെ ദൈവമാണ്. നീ അത്ഭുത രോഗശാന്തി നൽകുന്നവനാണ്. ഇന്ന് ഈ രാത്രിയിൽ രോഗത്താൽ വേദനിക്കുന്ന എല്ലാവരുടെ മേലും നീ കരുണ തോന്നണമേ. അവർക്ക് സൗഖ്യം കൊടുക്കണമേ. കർത്താവേ, നീ മാത്രമാണ് ഞങ്ങളുടെ സൗഖ്യദായകനായ കർത്താവായ യേശു ക്രിസ്തു. നിന്നിൽ ഞങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുന്നു. നിൻ്റെ വചനമയച്ച്
ഈ രാത്രിയിൽ ഞങ്ങളെ സുഖപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ സൗഖ്യത്തിന് തടസ്സമായി നിൽക്കുന്ന ഞങ്ങളുടെ തന്നെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. ദൈവപുത്രനായ ഈശോയെ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന പുത്രനായ ഞങ്ങളുടെ രക്ഷകനും നാഥനും കർത്താവുമായ ഈശോയെ, ഞങ്ങളെ ഈ രാത്രിയിൽ എല്ലാ രോഗങ്ങളിൽ നിന്നും രോഗാണുക്കളിൽ നിന്നും പ്രത്യേകം കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ രോഗം ബാധിച്ച അവയവങ്ങളെ നീ സ്പർശിച്ച് സുഖപ്പെടുത്തണമേ. അത്ഭുത രോഗശാന്തി നൽകി ഈ രാത്രിയിൽ അല്ലലില്ലാതെ, വേദനയില്ലാതെ, വിഷമങ്ങളില്ലാതെ സുഖമായി ഉറങ്ങാൻ അങ്ങ് ഞങ്ങളോട് കൂടെയിരുന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ച് സൗഖ്യപ്പെടുത്തണമേ. സമാധാനത്തോടെ ഈ രാത്രിയിൽ കിടന്നുറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഈ ലോകത്തിൽ ആരെങ്കിലും എവിടെങ്കിലും കാത്തിരിപ്പുണ്ട് എങ്കിൽ ഈ രാത്രിയിൽ ഈ പ്രാർത്ഥനയിലൂടെ നീ അവരെ മുഴുവൻ നീ അനുഗ്രഹിക്കണമേ, സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ അന്തരംഗത്തെ സുഖപ്പെടുത്തണമേ. ശരീരത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും നീ സുഖപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ സൗഖ്യത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഈ മക്കളുടെ മേൽ കരുണ തോന്നണമേ. ഈ രാത്രിയിൽ ഒരു വലിയ അത്ഭുത ഇടപെടൽ, ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടൽ കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ നീ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഞാൻ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, നിന്റെ സംരക്ഷണത്തിന് കീഴിൽ ഞങ്ങളായിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ വേദനയിൽ നിന്നും, ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും, ദുഷ്ടപിശാചുക്കളിൽ നിന്നും ഞങ്ങളെ എന്നേക്കുമായി മോചിപ്പിച്ച് ശാന്തമായി നിന്റെ സന്നദ്ധിയിൽ ഉറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ രോഗപീഠകളിൽ നിന്നും നമ്മെ സൗഖ്യപ്പെടുത്തട്ടെ. നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാളത്തെ ദിവസം നല്ലൊരു ദിവസമാകാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അവിടുന്ന് അതിരാവിലെ നമ്മെ വിളിച്ചുണർത്തി ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാവിലെ 5 മണിക്കുള്ള പ്രാർത്ഥനയിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.